ഹായ് കൂട്ടുകാരെ, സലിജാസ് കിച്ചൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്നിവിടെ തയ്യാറാക്കുന്നത് ഒരു നോൺ വെജ് അച്ചാറാണ്, ബീഫ് അച്ചാർ. അതിനായി 1 കിലോ ബീഫ് വൃത്തിയായി കഷ്ണങ്ങളാക്കി എടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് 1 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം, 2 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. ഇതിന് നന്നായിട്ടൊന്ന് ഇളക്കണം. വേറെ വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല. ഇത് ചൂടായി വരുമ്പോൾ ഇത് വെന്ത് കിട്ടാനുള്ള വെള്ളം ഇതിൽ നിന്ന് തന്നെ ഊർന്നു വരും. ഇനി ഹൈ ഫ്ലെയിമിൽ 1 വിസിലും മീഡിയം ഫ്ലെയിമിൽ 4 വിസിലും അടുപ്പിച്ചിത് വേവിച്ചെടുക്കാം. ബീഫ് ഇവിടെ വെന്ത് വന്നിട്ടുണ്ട്. അതിനകത്ത് കുറച്ച് വെള്ളം കൂടെ ബാക്കിയുണ്ട്, അതൊന്ന് വറ്റിച്ചെടുക്കണം. ബീഫ് ഇവിടെ വെള്ളമൊക്കെ വറ്റി റെഡിയായിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് വറുത്തെടുക്കാം. ഇവിടെ എണ്ണ ചൂടായി വന്നിട്ടുണ്ട്. നമുക്കിനി ബീഫ് വറുത്തെടുക്കണം. ഇത് നല്ലെണ്ണയാണ്, വെളിച്ചെണ്ണയിലും ചെയ്തെടുക്കാം. കൂടുതൽ കാലം ഇരിക്കണമെങ്കിൽ നല്ലെണ്ണയിൽ തന്നെ ചെയ്യണം. ഇതൊരു മീഡിയം ഫ്ലെയിമിലിട്ട് വറുത്താൽ മതി, അധികം നേരം വറുക്കണ്ട. 4-5 മിനിറ്റ് ഒന്ന് വറുത്തെടുത്താൽ മതിയാവും. ബീഫ് ഇവിടെ നന്നായി വറുത്തിട്ടുണ്ട്. നമുക്കിനി ഇത് കോരി മാറ്റണം. ഇനി അതേ എണ്ണയിലേക്ക് തന്നെ നമുക്ക് കുറച്ച് വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം. 1 കുടം വെളുത്തുള്ളി ഉണ്ട്. ഇനി ഇത് ഒന്ന് വറുത്തെടുക്കണം. വെളുത്തുള്ളി കോരിയെടുത്തതിന് ശേഷം നമുക്കിനി ഇഞ്ചി വറുത്തെടുക്കാം. ഇഞ്ചി നന്നായിട്ടൊന്ന് മുരിഞ്ഞ് വരണം. ഇഞ്ചി ഒന്ന് മൂത്ത് വരുമ്പോൾ നമുക്ക് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. ആ കൂടെ തന്നെ 5-6 പച്ചമുളക് അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇത് ഒന്നിച്ചൊന്ന് വറുത്തെടുക്കണം. ഇനി ഇതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുക. അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ കായപ്പൊടി, മാറ്റി വച്ചിരിക്കുന്ന വെളുത്തുള്ളി, പാകത്തിന് ഉപ്പ്, ഇത്രയും ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കുക. തീ ഇപ്പം ലോ ഫ്ലെയിമിലാണ് വെച്ചിരിക്കുന്നത്. ഇനി ഇതിൻ്റെ പച്ചമണം വരുമ്പോഴേക്കും നമുക്ക് വറുത്ത് വെച്ചിരിക്കുന്ന ബീഫ് ചേർത്ത് കൊടുക്കാം. ഇനി നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുക. ഇനി ഇതിലേക്ക് 1.5 കപ്പ് വിനാഗിരി ചേർത്ത് കൊടുക്കുക. എല്ലാം ഒന്നും കൂടി യോജിപ്പിച്ചതിന് ശേഷം നന്നായിട്ടൊന്ന് തിളച്ച് വരണം. തീ ഹൈ ഫ്ലെയിമിലോട്ട് മാറ്റണം. ഇത് നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. നമുക്കിനി തീ ഓഫ് ചെയ്യാം. ഇതാറി കഴിയുമ്പം ഇത്രയും ലൂസ് കാണത്തില്ല, കുറച്ചുകൂടെ കുറുകി വരും.
ഇനി ഒരു പാൻ അടുപ്പിൽ വെച്ച് ചൂടായി വരുമ്പോൾ 1 ടീസ്പൂൺ എണ്ണ ഒഴിക്കുക. ബീഫ് അച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. വീഡിയോ ഇഷ്ടമായാൽ എല്ലാ കൂട്ടുകാരും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കല്ലേ. അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം. എല്ലാവർക്കും താങ്ക് യു.